ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രൻ സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ ശ്രീജയും വേദമായിട്ട് സംസാരിക്കുകയാണ്. അതായത് വിക്രമിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച്, വിക്രം എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയത് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, വിക്രമിന് സ്ത്രീകളോടൊക്കെ പെരുമാറാനായിട്ട് നന്നായിട്ട് അറിയാം, ഏട്ടത്തിക്ക് അറിയുമെന്ന് അറിയില്ല, നല്ല പെരുമാറ്റമാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ടെന്നൊക്കെ അത് എനിക്കറിയാം വേദയെന്ന് ശ്രീജയും പറയുകയാണ്. കാരണം അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, വിക്രമിൻ്റെ കൂടെ ഏത് പെൺകുട്ടിക്ക് ഏത് അർദ്ധരാത്രി വേണമെങ്കിലും ധൈര്യമായിട്ട് വരാം, കാരണം അവ അങ്ങനത്തെ ഒരു പയ്യനല്ല, ഒരു നോട്ടം കൊണ്ട് പോലും സ്ത്രീകളെ അപമാനിക്കില്ല എന്നുള്ള വിശ്വാസം ഉണ്ടെന്നൊക്കെ അച്ഛൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് ശ്രീജ പറയുകയാണ്. പിന്നെ ആദ്യമായിട്ട് എന്താണ് ഒരടുപ്പം എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് തിടുക്കമുണ്ടല്ലേ എന്ന് ശ്രീജ കളിയാക്കി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, രാധയ്ക്ക് വിക്രമിനോട് അടങ്ങാത്ത സ്നേഹമാണല്ലോ, അപ്പോൾ അതറിഞ്ഞുകൊണ്ട് ഞാൻ ഒന്ന് ചോദിച്ചതേ ഉള്ളൂ പറയുകയാണ്. രാധ ചെറുപ്പകാലം തൊട്ട് ഇവിടെയാണ് പഠിച്ചതൊക്കെ, പിന്നെ അച്ഛനാണ് പൈസ കൊടുത്ത് പഠിപ്പിച്ച്, രാധയുടെ അമ്മ കൃഷി സഹായിക്കാനൊക്കെ ഇവിടെ വരാറുണ്ട്, അങ്ങനെയുള്ള പരിചയമാണ്. അപ്പോൾ വളരെ അടുപ്പമാണ്. പിന്നെ രാധയ്ക്ക് വിക്രമിനോട് വല്ലാത്ത ഇഷ്ടമാണ്, അറിയാമല്ലോ വേദയ്ക്ക്. പക്ഷേ വിക്രം രാധയെ ഒരു സഹോദരിയായിട്ട് നല്ലൊരു ഫ്രണ്ടായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ എന്നാണ് ശ്രീജ പറയുന്നത്. എന്നിട്ട് രാധയുടെ വിക്രമിൻ്റെ ഒരു പഴയകാല ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയാണ്. അപ്പോൾ വിക്രം കോളേജൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ്. ആ സമയം രാധയും ക്ലാസ് കട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ വിക്രമേട്ടനെ ചായക്കടയിൽ വെച്ച് ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചല്ലോ, എന്താണ് വരാതിരുന്നത്? ഞാൻ കേട്ടില്ല രാധയെന്ന് പറയുകയാണ്. നീ എന്തിനാണ് ഒറ്റ ചായക്കടയിലേക്ക് പോയത്? എന്താ പെൺകുട്ടികൾ ഒറ്റ ചായക്കടയിൽ പോയാൽ എന്താ വല്ല കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത്. എന്നൊക്കെ ഇവിടെ നിന്ന് അതിനൊക്കെ പൈസ അത് ഞാൻ അച്ഛൻ്റെ നിന്ന് അടിച്ച് മാറ്റും. അച്ഛൻ രാത്രി കുടിച്ച് കൂസായല്ലേ വരുന്നത്, ആ സമയം ഞാൻ പോക്കറ്റിൽ നിന്ന് ഇടുക. ഞാൻ എന്തായാലും നിൻ്റെ അച്ഛനോട് പറയാം കേട്ടോ. അയ്യോ പറയരുതേ പ്ലീസ്. എൻ്റെ അച്ഛനോട് പറഞ്ഞാലും മാഷിൻ്റെ അടുത്ത് പറയരുതേ, എന്നെങ്കിൽ ഉപദേശിച്ച് മാഷ് ഒരു പരുവാക്കുമെന്നൊക്കെ രാധ പറയുകയാണ്. പ്ലസ് ടുവിനൊക്കെ പഠിക്കാനായിട്ട് എന്ത് പാടാണ്, എനിക്കാണ് ശരിക്കും ബോറടിക്കുകയാണ്, അതാണ് ഞാൻ ക്ലാസ് ഉച്ചയ്ക്ക് കട്ട് ചെയ്തതെന്നൊക്കെ രാധ പറയുകയാണ്. എൻ്റെ അമ്മ അറിഞ്ഞ പ്രശ്നമില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അമ്മ 6 മണിക്കല്ലേ വരത്തുള്ളൂ, അപ്പോൾ ഞാൻ വീട്ടിൽ കാണുമെന്ന് രാധ പറയുകയാണ്. വിക്രമിട്ട് എങ്ങനെയാണ് ഇത്രയൊക്കെ പഠിച്ചെടുത്ത് ഈ കോളേജ് വരെയൊക്കെ എത്തിയത് എന്നൊക്കെ ചോദിക്കുകയാണ്. അതിന് നല്ല ബുദ്ധിയും കഴിവും വേണം. നമ്മളൊരു കാര്യം വിചാരിച്ചാൽ അത് വേണമെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം, എങ്കിൽ നമുക്കെല്ലാം സാധ്യമാകുമെന്നൊക്കെ വിക്രം രാധയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണമൊക്കെ നോക്കണമെന്ന് അമ്മ പറയുന്നുണ്ട്, ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. നീ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്, ആരാണത് എന്ന് വിക്രം ചോദിക്കുകയാണ്. അപ്പോൾ രാധ കുറച്ച് സസ്പെൻസൊക്കെ ഇട്ട് പറയുകയാണ്, അത് വേറെ ആരുമല്ല വിക്രമേട്ടൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് രാധ സൈക്കിളായിട്ട് ഓടുകയാണ്. അപ്പോൾ വിക്രം രാധയെ അടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് രാധ ദൂരത്തെത്തിയിട്ട് വിക്രമിനെ നേരെ വിളിച്ച് പറയുകയാണ്, വിക്രമേട്ട ഐ ലവ് യു എന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ വിക്രമിനത് കേട്ടിട്ടൊരു വിഷമമാണ് തോന്നുന്നത്. കാരണം താൻ ഒരിക്കലും രാധയെ ഒരു സഹോദരിയായിട്ട് നല്ല ഫ്രണ്ടായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ, ഒരിക്കലും ആ രീതിയിൽ വിക്രം രാധയെ കാണുന്നു. എന്നിട്ട് ശ്രീജ പറയുകയാണ്, ഈ നാട്ടിലെ സകല കുട്ടികൾക്കും ഉള്ള ഒരു മാതൃകയായിട്ട് അച്ഛൻ കരുതുന്നത് നമ്മുടെ വിക്രമിനെയാണ്. അത്ര നല്ല രീതിയിലാണ് വിക്രം വളർന്നു വന്നത്. പക്ഷേ ഇങ്ങനെ ആയെന്നുള്ളതൊക്കെ ഒരു അതിശയകരമായ കാര്യങ്ങളാണെന്നൊക്കെ ശ്രീജ പറയുകയാണ്. ഒരു ദിവസം വിക്രം കോളേജ് പോകുന്ന സമയത്ത് അടുക്കളയിൽ വന്ന് പറയുകയാണ്, എനിക്കിന്ന് ഉച്ചഭക്ഷണമൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ഞാൻ ചോറൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഞങ്ങൾ 7-8 പേരുണ്ട്, ഒരു ഗ്യാങ് ആണ്, അപ്പോൾ അവൻ നമുക്ക് ബിരിയാണിയൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മാഷിന് ഇതിനോട് യോജിക്കാനായിട്ട് പറ്റിയില്ല. മാഷ് പറയുന്നത് അതൊന്നും അത്ര ശരിയല്ല, ആ കുട്ടിക്ക് എവിടെയാണ് ഇത്രയും പൈസയൊക്കെ കിട്ടുന്നത്, 10-700 രൂപ വേണ്ടേ 8 പേർക്ക് ബിരിയാണിയൊക്കെ വാങ്ങാനായിട്ട്. അപ്പോൾ അതൊക്കെ ശരിയല്ല വിക്രം, നീ എന്തായാലും ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുവന്ന് പറയുകയാണ്. ശ്രീജ ഭക്ഷണം ഇങ്ങനെ എടുക്കുക, ഞാൻ തന്നെ എൻ്റെ ബാഗിൽ വെച്ച് കൊടുക്കാമെന്ന് പറയുകയാണ്. പക്ഷേ വിക്രം ബാഗ് കൊടുക്കുന്നില്ല, എന്തോ ഒരു പന്തികേട് ഇങ്ങനെ കാണിക്കുകയാണ്, ബാഗിൽ എന്തോ ഒളിപ്പിക്കുന്ന പോലെ ഒരു ഫീല് തോന്നുകയാണ്. ആ സമയം മാഷ് ബാഗ് പിടിച്ച് വാങ്ങുകയാണ്. അങ്ങനെ എല്ലാം പരിശോധിക്കുകയാണ് ബാഗിനകത്തെല്ലാം. അപ്പോൾ ഒരു സിഗരറ്റ് കവർ കിട്ടുകയാണ്. അപ്പോൾ വിക്രം പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അത് തുറന്ന് നോക്കുമ്പോൾ ഒരു പൊതി കാണും, ആ പൊതിയിൽ കഞ്ചാവായിരുന്നു. അപ്പോൾ മാഷ് വളരെയധികം ദേഷ്യപ്പെടുന്നു, നീ എന്തിനാണ് അവിടെ പഠിക്കാൻ പോകുന്നത്, നിൻ്റെ ഒരു ഗ്യാങ് കൂട്ടുകെട്ട്, ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് വിക്രമിനെ പൊതിരെ തല്ലുകയാണ്. അപ്പോൾ കമലയെ ശ്രീജയ്ക്ക് ഇടയ്ക്ക് വീഴുന്നുണ്ടെങ്കിലും മാഷിന് ദേഷ്യം അടക്കാൻ പറ്റിയില്ല, കാരണം അത്ര പ്രതീക്ഷയോടെയാണ് മാഷ് വിക്രമിനെ പഠിപ്പിച്ചതും വളർത്തിക്കൊണ്ട് വരുന്നതൊക്കെ. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രിയായി. അപ്പോൾ മാഷ്
ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കമല ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ് വിക്രം കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ കഴിച്ചു. എന്നിട്ട് അവൻ വായനശാല വരെ പോയിരിക്കുകയാണ്. കുറച്ച് ബുക്സ് എന്തോ എടുക്കണമെന്ന് പറഞ്ഞ്. ഞാൻ അവനെ തല്ലിയത് ഒരുപാട് വിഷമമായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതേ, ഒരുപാട് വിഷമമായി അവന്. പോട്ടെ, സാരമില്ല, അവനൊരു തെറ്റ് പറ്റിയതാണ്, ആരും അവനെ ചതിച്ചതായിരിക്കുക എന്നൊക്കെ ശ്രീജയും പറയുന്നുണ്ട്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ സമാധാനമായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ആ സമയം ഒരു ഫോണിലൊരു മെസ്സേജ് വരികയാണ് വാട്സപ്പിൽ. അതപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ വിക്രം കോളേജിൽ കുറേ ആൾക്കാരുമായിട്ട് അടിപിടി കൂടുകയാണ്. അപ്പോൾ ഇത് കണ്ട് മാഷിന് സഹിക്കാൻ പറ്റിയില്ല. കമല എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. മാഷിന് ദേഷ്യം വന്ന് ചോറെല്ലാം എടുത്ത് കളയുകയാണ്. എന്നിട്ട് മാഷ് പറയുകയാണ്, നീയല്ലേ പറഞ്ഞ നിൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തില്ല, അവൻ നല്ല രീതിയിലാണ് വളരുന്നത്, ഇപ്പോൾ കണ്ടില്ലേ മോൻ്റെ സവിശേഷതകൾ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. കമല ആകെ വിഷമത്തിലിരിക്കുകയാണ്. മാഷ് പുറത്തേക്ക് പോയിട്ട് ഇതുവരെയും വന്നില്ല, ഫോണും എടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം കൊണ്ട് വിഷമത്തിൽ ഇരിക്കുകയാണ്. വിക്രമിനെ കാണുന്നില്ല. ഇനി അവിടെ വായനശാലയിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്നൊക്കെയുള്ള ടെൻഷനിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് വിക്രം വായനശാലയിൽ നിന്ന് വരുന്നത് ബുക്സൊക്കെ ആയിട്ട്. അപ്പോൾ എന്നിട്ട് എന്താ അമ്മ ഇവിടെ ഇരിക്കുന്നത്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫോണിൽ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. നീ ഒരു തെറ്റും ചെയ്തില്ല, നല്ല രീതിയിലാണ്, നല്ല കൂട്ടുകാരാണ് നിനക്കുള്ളതെന്നൊക്കെ അല്ലേ പറഞ്ഞു, എന്നിട്ട് ഇതെന്താണെന്ന് ചോദിക്കുകയാണ്. നോക്കുമ്പോൾ വിക്രം ഒരുപാട് ആൾക്കാരുമായിട്ട് അടിപിടി കൂടുകയാണ്. അപ്പോൾ വിക്രം ഇത് കണ്ട് അതിശയിക്കുകയാണ്. ഇത് കണ്ട് അച്ഛൻ ചോറിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ്. ഇതുവരെ ആ മനുഷ്യൻ ഇവിടെ വന്നിട്ടില്ല എന്നൊക്കെ കമല വിഷമത്തോടുകൂടി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ എന്നിട്ട് ആ വീഡിയോ നോക്കി ഇങ്ങനെ വളരെയധികം വിഷമത്തിൽ വിക്രം നിൽക്കുകയാണ്. സാഹചര്യങ്ങളാണ് മനുഷ്യനെ പല തലത്തിലോട്ട് കൊണ്ടെത്തിക്കുന്നത്. ഇപ്പോൾ വിക്രം എന്ന് പറയുന്ന ആൾ നല്ല രീതിയിൽ നല്ല പഠിച്ച് നല്ല അച്ഛൻ്റെ അമ്മയുടെ മകനായിട്ട് വളർന്നുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തി പെട്ടെന്നാണ് മയക്കുമരുന്നും എല്ലാ തെറ്റിദ്ധാരണയുടെ പേരിലാണ് വിക്രം അതിലൊക്കെ അകപ്പെട്ടു പോകുന്നതും. പക്ഷേ അച്ഛൻ എത്ര ആത്മാർത്ഥമായിട്ട് വളർത്തിയിട്ട് തൻ്റെ മകൻ തന്നെ ചതിക്കുന്നു എന്നുള്ളൊരു കുറ്റബോധം കൊണ്ടായിരിക്കും അദ്ദേഹം എല്ലാ കാര്യത്തെയും വിശ്വസിക്കാതെ എതിർത്തത്. പക്ഷേ ആ ഒരു എതിർപ്പ് വിക്രമിൻ്റെ ജീവിതത്തിൽ വലിയ ഒരു തിരിച്ചടികളാണ് കിട്ടിയത്. അപ്പോൾ വിക്രമിൻ്റെ അച്ഛൻ തന്നെയാണ് ചെയ്യാത്ത തെറ്റിന് വിക്രമിനെ കുറ്റാരോപിതനായിട്ട് മാറ്റിയതും പിന്നെ ജയിലിൽ കിടക്കുന്നതും പിന്നെ അയാളെ വീട്ടുകാരുടെ മുമ്പിലൊന്നും വരാതെ കുറേ നാൾ ജീവിക്കുന്നതും ശ്രീനിസാറിൻ്റെ കൂടെ ആവുന്നതും വിക്രം ഒരു ഗുണ്ടയായിട്ട് മാറുന്നതുമല്ല. അപ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു.